ത്വരീഖാണ്. ഹിജറ ത്വരീഖ് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രി കിടന്നുറങ്ങുമ്പോഴല്ലേ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞത്. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടിട്ട് ആദ്യം വരുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പെരീക്കാണ്. വഴിയിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് വേർന്നൊരു സ്ഥലമുണ്ട്, അബ്ദുൽ അസീസ് ഗേറ്റ് നിൽക്കുന്ന ആ ഏരിയ ആണ്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അവിടുന്ന് അബ്ദുൽ അസീസ് ഗേറ്റ് ആ ഭാഗത്തല്ലേ, അതിലൂടെയാണ് വന്നത്. ഹിജറ പോണ വഴി എങ്ങനെയാണ്? അങ്ങനെ വന്ന് നേരെ ഈ ബിൽഡിങ്ങിന്റെ ഈ മരത്തിന്റെ ജനലുള്ള ബിൽഡിംഗ് കണ്ടില്ലേ? ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. كده دي الابراج معانا حضراتكم اهي. ان شاء الله هنروح الدور اللي فوق ده اللي هو مصلى ابو بكر. بسم الله الرحمن الرحيم. هنشوف الطريق كده هنطلع من فين. طريق من هنا. الصديق مكان جميل جدا جدا جدا. قرب مرام عليه مسجد ابو بكر الصديق رضي الله عنه. حضراتكم نتعرف على هذا المكان الداخل. واو ما شاء الله ما شاء الله ما شاء الله. ഇതിന്റെ എൻഡില് ആ ഭാഗത്തൊരു ചെറിയ പള്ളിയുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. കയറി ചെക്ക് ചെയ്ത് നമുക്കറിയാം ചെറിയൊരു പള്ളി. ആ പള്ളി അറിയപ്പെടുന്നത് മസ്ജിദ് അബൂബക്കർ എന്നാണ്. എന്ന് പറഞ്ഞാല് അന്ന് ബിൽഡിംഗ് ഇല്ലല്ലോ, അന്ന് അവിടെ സിദ്ദീഖ് തങ്ങളെ വീടുണ്ടായിരുന്നത് എവിടെയാണ്? ഈ ബിൽഡിംഗ് നിൽക്കുന്നതിന്റെ ഒരു മൂലക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ കൂടെ പോണത് ഹിജറക്ക് പോണത് ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നേരെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു എന്നാണ്. വന്നിട്ട് കട്ടിലുമ ഇരുന്നപ്പോ സിദ്ദീഖ് തങ്ങൾ കാലിലോട്ടിൽ ഇരുന്നതാണ്. കട്ടിലുമ ഒരാൾ ഇരിക്കുമ്പോ അടിയിൽ നിലത്ത് ഒരാൾ ഇരുന്നാലും അവന്റെ ആളുടെ ഇരുത്ത് എങ്ങനെയായിരിക്കും? കാലിലോട്ടിലാവൂല. എന്നമാതിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നപ്പോ മുത്തുനബിന്റെ കാലിന്റെ ചോട്ടിലാണ് ആരിയിരിക്കുന്നത്? സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അതബില്ലാതെ ഒന്നും ചെയ്യൂല. റസൂലുള്ളാഹിന്റെ മുന്നിക്ക് നടക്കും കൂടി ചെയ്യൂല. അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കാല് കുഴിഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ സിദ്ദീഖ് എനിക്ക് ഹിജറക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരുതി. നബി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, ഞാൻ നിങ്ങളെ കൂടെ പോരാൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് കാലമായി. എനിക്ക് സമ്മതമല്ലേ നിങ്ങളെ കൂടെ പോരാൻ? റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചു പോകാനാണ് അള്ളാഹു അനുമതി തന്നിട്ടുള്ളത്. അവർ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓർഡറാക്കി. ശത്രുക്കൾ വീട് വളഞ്ഞു നിൽക്കുക. എന്തു വേണം? അവരെ കാണാതെ വേഗം പെട്ടെന്ന് രക്ഷപ്പെടണം. അങ്ങനെ അവിടെ നിന്ന് അവര് നേരെ ഇറങ്ങിപ്പോകുന്ന വഴിയാണ് ഈ റൂട്ട്. നമ്മൾ ഈ ഉംറ കഴിഞ്ഞ് വരുന്ന വഴി ഉണ്ടല്ലോ, ഇതിന് ത്വരീഖുൽ ഹിജറ എന്നാ പറയാം. സത്യത്തിൽ നമ്മൾ നടക്കുന്ന വഴി ഏതാണ്? റസൂലുള്ളാഹി ഹിജറ പോയ വഴിയാണ്. ഇവിടുന്ന് നേരെ ചെന്നിട്ട് ഈ ഭാഗത്തേക്ക് പോയാൽ മദീനയാണ്. വലതു ഭാഗം, വടക്ക് ഭാഗം അതെ. അപ്പൊ എല്ലാരും എവിടേക്കാ പോകാന്ന് ശത്രുക്കൾക്ക് അറിയാം. നേരെ എങ്ങോട്ടാ പോവുക? മദീനത്തേക്കാ പോകുക. എല്ലാരും വേഗം നേരം വെളുത്തപ്പോ പിന്നെ വേഗം ഇറങ്ങിയിട്ട് എല്ലാരും ചെക്ക് ചെയ്യണത് എവിടെയാണ്? ഈ ഭാഗമാണ്. മദീനത്തേക്ക് പോയിട്ടുണ്ടാവും. ഈ വഴിയും പിന്നാലെ പോയിട്ട് ഒട്ടകങ്ങളും കുതിരകളൊക്കെ ആയിട്ട് അങ്ങോട്ടാണ് ഓടുന്നത്. കാരണം നബിനെ കൊന്ന് കയ്യിൽ തന്നാലും എത്രയാണ്? 100 ഒട്ടകം സമ്മാനാണ്. 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ട്രിക്കാണ് ചെയ്തത്. അങ്ങോട്ട് പോവും, അപ്പൊ പിന്നാലെ വരും എന്നുള്ള ഉറപ്പാണ് പോയാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഇങ്ങോട്ട് വടക്ക് ഭാഗത്തേക്ക് പോയി. വഴി മാറിപ്പോയി, കാരണം നേരെ പിന്നാലെ വരും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമ്മളിപ്പോ നടക്കുന്ന ഈ വഴിയാണ് ത്വരീഖുൽ ഹിജറ എന്ന് പറയുന്നത്. ത്വരീഖുൽ ഹിജറയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ നമ്മളെ ബിസ്വലയുടെ പാലം ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് പോകുന്ന റോഡ് നേരെ ഇടത്തോട്ട് തിരിഞ്ഞുപോയി.
അതാണ് ആ ഭാഗത്താണ് സൗറുള്ളത്. ഹിറാ പർവ്വതം ഉള്ളത് ഇങ്ങോട്ടാണ്, സൗറ് പർവ്വതം ഉള്ളത് ഏതാണ്? ആ ഭാഗത്തേക്കാണ്, തെക്ക് ഭാഗത്ത്. ആ ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുപോയി. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി 3 ദിവസം ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തരീഖുൽ ഹിജറയാണിത്. توجه ركب الهجرة جنوبا تمويها وحذرا وأخذا بالأسباب، ومنذ البدء تكفل الله بالحماية بقوله تعالى: وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. سار ركب الهجرة جنوب مكة مرورا ببطحاء قريش، ثم غربا بين جبال البشيمات وجبال أبو عظام باتجاه وادي عرنة. وفي ظهيرة اليوم الأول تراءت للركب صخرة في أعلى جبل صغير فكان ظلها مستراحا من حر الشمس. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പൊ പിന്നെ അവിടെ ബിൽഡിംഗ് വന്നതുകൊണ്ട് അവിടെ ഒരു സ്ഥലം നിസ്കരിക്കാൻ വേണ്ടി സിദ്ദീഖ് തങ്ങളുടെ വീട് ആ നിന്നിരുന്ന ഭാഗം മസ്ജിദ് അബൂബക്കർ എന്ന പേരിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആ സ്ഥലം എവിടെയെങ്കിലുമൊക്കെ അവിടെ ബിൽഡിങ്ങിൽ അതിൽ സംഗതി ചായയും വെള്ളം അൽബൈക്കൊക്കെ ഉണ്ടാവും. കയറുമ്പോൾ അതിന്റെ ഒരു കോർണറിൽ നോക്കുക, ഒരു പള്ളി കാണാം. ആ പള്ളിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന ഏരിയ ആയതുകൊണ്ടാണ് ആ പള്ളി അവിടെ വന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അവിടേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് പറയാൻ കഴിയില്ല. വേദനയുടെ ഒരു കഥയാണ് ഹസുവറ എന്ന് പറയുന്ന സ്ഥലത്തിന് പറയാനുള്ളത്. നമ്മളൊക്കെ പോകുന്ന സ്ഥലകാരം, പക്ഷെ ഇതാരും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഹസുവറ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ സ്ഥലം. മക്കയില് ഇപ്പൊ മസ്ജിദുൽ ഹറാമുള്ള സ്ഥലം ഉണ്ടല്ല, പിന്നെ തുർക്കിപ്പള്ളി പോലെ, തുർക്കിപ്പള്ളി എല്ലാം പൊളിച്ച് പുതിയതാക്കിയതാണ്. ആ ചെറിയ കൂടാറുണ്ടല്ലോ അടിയിലല്ലേ, അതും മുകളിലുള്ള വലിയ ബിൽഡിങ്ങും. അത് നിന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ ഉണ്ടായിരുന്നു അങ്ങാടികളും കെട്ടിടങ്ങളും ആയിരുന്നു. പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ പള്ളി മോഡൽ ഒരു ചെറിയ പള്ളിയുടെ വലിപ്പം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പഴയ കാലത്ത് മക്കയില്. അതായത് ആ കഅബ തന്നെയാണ് നിസ്കരിച്ചിരുന്ന സ്ഥലം. കഅബ ഒരു പള്ളിയാണ്, അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കും. ചുറ്റുഭാഗം കുറച്ച് മത്താഫും, അതാണ് പഴയ കഅബ എന്ന് പറയുന്നത്. പിന്നൊക്കെ വിശാലാക്കിയതാണ്. പിന്നെ ചെറിയൊരു മതിൽ വെച്ചിട്ട് ഉമർന്റെ കാലത്ത് ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു അതിര് വെച്ചു. അതിന് ചുറ്റോറൊക്കെ വീടായിരുന്നു. ആ വീടുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ പള്ളിയാണ്. അന്ന് വീടായിരുന്നു, നിറയെ അങ്ങാടികളും വീടും. പഴയ ചിത്രമൊക്കെ നോക്കിയാൽ കാണാം, അടുത്തടുത്ത് എന്തുണ്ട് വീടുകള്, പിന്നെ ഹോട്ടലുകൾ, ഇതൊക്കെ ഉള്ളത് പഴയ ചിത്രത്തിൽ ഒരു 150 കൊല്ലം 200 കൊല്ലം മുമ്പുള്ള ചിത്രങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം. തന്നെ ചിത്രങ്ങളുണ്ട്, അത് നോക്കിയാൽ കാണാം. അപ്പൊ അവിടെ വലിയ അങ്ങാടിയിലേക്ക് മക്ക നഗരത്തിലേക്ക് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കി നിന്നു എന്നാണ്. എന്നിട്ട് കുറെ നേരം കരഞ്ഞു അവിടെ നിന്നിട്ട്. ഈ മക്കയോട് ഞാൻ വിട പറഞ്ഞു പോവുകയാണ്. ഞാൻ കളിച്ചു വളർന്ന എൻ്റെ നാട്, ഞാന് ഇത്രയും കാലം 50 കൊല്ലത്തിലേറെ ഇവിടെ താമസിച്ചല്ലോ. 53 കൊല്ലല്ലോ ഇവിടെ താമസിച്ചത്. ഈ 53 കൊല്ലം നബിയുടെ ചലനങ്ങളും നബിയുടെ കച്ചവടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപാടുകളും നടത്തവും ഇരുത്തവും എല്ലാം അറിഞ്ഞ അനുഭവിച്ച മുത്ത് നബിയുടെ സ്വന്തം നാട്. ആ സ്വന്തം നാടിനെയും വീടിനെയും കുടുംബത്തെയും എല്ലാം ഒഴിവാക്കി നബി ഇങ്ങനെ ഹിജറ പോകുമ്പോൾ ഹസുവറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കുറെ നേരം കരഞ്ഞു. സ്വന്തം നാട് വിട്ടു പോകുമ്പോഴുള്ളൊരു സങ്കടമാണ്. കരഞ്ഞു, കുറെ സമയം കരഞ്ഞു. എന്നിട്ടൊരു പിടി മണ്ണെടുത്തിട്ട് ഇങ്ങനെ ചുംബിച്ചു എന്നാണ്. അവിടുന്ന് വികാരഭരിതനായ നബി പറഞ്ഞൊരു വാക്കുണ്ട്: ഓ മക്ക, ഞാൻ നിന്നെ വിട്ടു പോവുകയാണ്. നിന്റെ ജനത എന്നെ പുറത്താക്കുകയാണ്. അവരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട് വിട്ട് എവിടേക്കും പോകുമായിരുന്നില്ല. അറിയില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണിത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണിത്. പക്ഷേ ഈ ജനത എന്നെ പുറത്താക്കുന്നത് കാരണം ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ഒരു പിടി മണ്ണെടുത്ത് ചുംബിച്ച് കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കഅബാലയത്തെ നോക്കി നബി ഇങ്ങനെ നോക്കി കരഞ്ഞ് യാത്ര പോയൊരു സ്ഥലം. ആ സ്ഥലം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഹസുവറ എന്നാണ്. ഹസുവറ നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് കയറി ചെല്ലുമ്പോ പോലീസുകാർ നിൽക്കുന്ന ഗേറ്റ് നമ്പർ 1 അബ്ദുൽ അസീസ് ഗേറ്റിലൂടെയാണ് കയറി ചെല്ലുന്നതെങ്കിൽ അവിടെ പോലീസുകാർ നിൽക്കുന്ന എസ്കലേറ്റർ ഒക്കെ ഉള്ള ഏരിയ ഉണ്ട്. നേരെ നമ്മൾ അങ്ങോട്ട് അടിയിറങ്ങും, അവിടെ പോലീസുകാരും മറ്റൊക്കെ ഉണ്ടാവും.
ആ നിൽക്കുന്ന സ്ഥലത്തിനാണ് ഹസുവറ എന്ന് പറയാം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വർത്താനം പറഞ്ഞു പോകുന്നത്, നമുക്ക് ആ ചരിത്രമൊന്നും അറിയില്ല. അതാണ് ഗേറ്റ് നമ്പർ 1 അബ്ദുൽ അസീസ്, അങ്ങേ തലക്കത്തെ ഗേറ്റ്. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ പോയില്ല, ആ ഗേറ്റിന്റെ അവിടുത്തെ ചരിത്രം അതാണ്. ആ ചരിത്രമുള്ള അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് നബി ഇങ്ങനെ, അത് അവിടെയാണ് ആ ഗേറ്റ്, അപ്പുറത്ത് അവിടുന്ന് ഇങ്ങനെ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇതുമായി ഹിജറയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അജിയാദ് മല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ ഹസുവറ എന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. അതിന് അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാൻ പറ്റില്ല, അവിടെ പോലീസ് തിരക്കൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. അങ്ങനെ പോകണം, ആ സൈഡിലൂടെ നമ്മൾ പോവായിരിക്കും. അത് കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് ത്വരീഖുൽ ഹിജറ. അതൊക്കെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. മിസ്ഫല എന്ന് പറയുന്ന ഏരിയ ആണ് ആ ഏരിയ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്ന അവിടെ, നമ്മളെ റൂം നിൽക്കുന്നതിന്റെ അവിടെ ഹംസ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ട്, ഹിജറ പള്ളി ഉണ്ട് അവിടെ തന്നെ, ചെറിയ പള്ളി, ഹിജറ പള്ളി. ഹംസ റളിയല്ലാഹുവിന്റെ പേര്, അതൊക്കെ ഹംസ റളിയല്ലാഹു പ്രസവിച്ച ആ ഏരിയ ഒക്കെ ഇവിടെയാണ്. അല്ല, അവര് വീടുണ്ടായിരുന്ന ഏരിയ ഇവിടെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇൻഷാ അല്ലാഹ് അടുത്ത സ്ഥലത്തേക്ക് പോരെ. أهلا وسهلا بمن جاء يطلب الراحة في أسفل عسفان. مرحبا بكم يا أهل الطريق والمسافرين. أسفل عسفان هي محطة المبيت الأولى في الهجرة النبوية، حيث هاجر الركب النبوي الشريف من مكة إلى المدينة